എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? ആടിനെ പട്ടിയാക്കുക എന്ന് പറയുന്നതിന്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ ആണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. രാഘവൻ പറഞ്ഞത് വാസ്തവം. ശ്രീ തോമസ് ഐസക്കിന്റെ വിശദീകരണങ്ങളായിക്കോട്ടെ, ശ്രീ എം വി ഗോവിന്ദന്റെ വിശദീകരണമായിക്കോട്ടെ, ശ്രീ എ കെ ബാലന്റെ വിശദീകരണമായിക്കോട്ടെ, വിവിധ CPM വക്താക്കളുടെ വിശദീകരണമായിക്കോട്ടെ, ഇതെല്ലാം തന്നെ പ്രധാനപ്പെട്ട കോർ ഇഷ്യൂ എന്താണോ അതിൽ നിന്ന് ശ്രദ്ധ ഡൈവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആടിനെ പട്ടിയാക്കൽ പ്രക്രിയ മാത്രമാണ്. അടികളുടെ മുഖത്ത് ഞങ്ങൾ ഇനി എങ്ങനെ നോക്കും? തത്വം പഠിപ്പിച്ചാൽ മാത്രം പോരാ, നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇൻകം ടാക്സിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഒരു ഉത്തരവിൽ വളരെ ഗുരുതരമായിട്ടുള്ള ചില കണ്ടെത്തലുകൾ ഉള്ളത് കൊണ്ടാണ്. 7:30 ശനിയുടെ ആരംഭമാണെന്ന് കരുതിയാ മതി. അതിൽ പറഞ്ഞിരിക്കുന്ന ഒരൊറ്റ കാര്യം, കുറച്ച് അൺഡ്യൂ ഫേവേഴ്സ് ഇവിടെ വീണയ്ക്കും അവരുടെ കമ്പനിക്കും കിട്ടി എന്ന രീതിയിൽ തന്നെയാണ്. എന്നെ സംശയിക്കരുത്. ഉന്നതനായിട്ടുള്ള ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധുത്വം കൊണ്ട് മാത്രം അവർക്ക് 1.72 കോടി രൂപ എന്ന ഭാരിച്ച ഒരു തുകയ്ക്കുള്ള പ്രതിഫലം, ആ തുക അവർക്ക് കിട്ടുന്നു, യാതൊരു വിധത്തിലുള്ള സേവനങ്ങളും അവർ നൽകാതെ എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ എനിക്ക് ശ്രീമതി വീണയോട് ചോദ്യങ്ങളില്ല, കാരണം അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അവരെല്ലാം മറുപടി പറയുന്നത്, വിശദീകരിക്കുന്നത് CPM ആണ്. ശ്രീ മുഹമ്മദ് റിയാസ് സത്യവാങ്മൂലത്തിൽ എഴുതിയിരിക്കുന്ന ആളാണ്, ഈ ആരോപണം നേരിടുന്നയാളിന്റെ ഭർത്താവാണ്. എനിക്ക് അദ്ദേഹത്തോടും ചോദ്യമില്ല, കാരണം എന്ത് പറഞ്ഞാലും പാർട്ടി പറഞ്ഞിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്റെ ഒരു പേഴ്സണാലിറ്റിയുടെ വിജയമാണ്. കണ്ടിട്ട് ഇക്കാണുന്ന പേഴ്സണാലിറ്റി പോകുന്ന ലക്ഷണം. ശ്രീ പിണറായി വിജയനോട് എനിക്ക് ചോദ്യമില്ല, കാരണം അദ്ദേഹം ഒരു മീഡിയ മാനിയാക്കല്ല എന്നാണ് മന്ത്രി ശ്രീ വാസവൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിലെല്ലാം തന്നെ ന്യായീകരിക്കുന്ന CPM-നോടാണ് എന്റെ ചോദ്യം. എവിടെ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഈ കരാറുകളെല്ലാം തന്നെ പരിശുദ്ധമാണ് എന്നും ഇതൊക്കെ തന്നെ സുതാര്യമാണെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന CPM-നോട് തന്നെയാണ് എന്റെ ചോദ്യം. നിങ്ങൾ ഈ IGST തുടങ്ങിയ കാര്യങ്ങളെ പറ്റി ശ്രീ മാത്യു കുഴൽനാടനോട് വിശദീകരിച്ചോളൂ. അദ്ദേഹം അത് ബോധ്യപ്പെട്ടെങ്കിൽ അദ്ദേഹം മാപ്പ് പറഞ്ഞോട്ടെ. അതല്ല എങ്കിൽ നിങ്ങളിൽ ആരെങ്കിലും പൊതുജീവിതം അവസാനിപ്പിക്കാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അത് ചെയ്തു. കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. പക്ഷെ പൊതുസമൂഹം ഇവിടെ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഈ വന്നിരിക്കുന്ന സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിനെ ചൊല്ലിയാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് യാതൊരു വിധത്തിലുള്ള സേവനവും വീണയോ എക്സാലോജിക്കോ നൽകാതെ ഭാരിച്ച ഒരു തുക പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുണ്ട് എന്നാണ്. ആരും അറിയത്തില്ല. ഇനിയിപ്പോ എന്തറിയാനാ, ഇപ്പോഴേ അറിഞ്ഞു കാണുമല്ലോ. അതുകൊണ്ട് തന്നെയാണ് അത് നോക്കുകൂലിയാണ് എന്ന രീതിയിൽ ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ടത്. കുറേയധികം ട്രോളുകൾ ഉണ്ടായത്. ഇപ്പൊ MS ഓഫീസ് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പണം, റീസൈക്കിൾ ബിന്നിലെ വേസ്റ്റ് എടുത്തുകൊണ്ട് കളയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പണം, പവർ ബിൽഡറിനെ താഴെ നിന്ന് മുകളിലേക്ക് ചുമന്നു കൊണ്ടുപോകുന്നതിനാണ് ഈ പണം എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ഈ പറഞ്ഞിരിക്കുന്നത് ഒന്നും GST-യുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല. പറഞ്ഞിരിക്കുന്നത് കുറച്ച് പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയറുകൾ, ആ സോഫ്റ്റ്വെയർ ഉണ്ടാക്കേണ്ടതോ മെയിൻറ്റെയിൻ ചെയ്യുന്നതോ ആയിട്ടുള്ള യാതൊരു വിധത്തിലുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും അധികാരവും അവകാശവും ഒന്നുമില്ലാതിരിക്കുന്ന ഒരു കമ്പനി ഈ സോഫ്റ്റ്വെയറുകൾ മെയിൻറ്റെയിൻ ചെയ്തതിന്റെ പേരിലാണോ അവർ ഈ പണം വാങ്ങിയിരിക്കുന്നത്? പറയണം. ഏതായാലും കള്ളി വെളിച്ചത്തായി. ഇനി എന്തിനാ സുഖി ഒളിച്ചു കളി? ഉള്ള കാര്യം തുറന്നു പറഞ്ഞാട്ടെ. അതല്ല എങ്കിൽ അവരുടെ ഡേ ടു ഡേ യൂസിന് വേണ്ടിയിട്ട് അവർ എന്തെങ്കിലും സവിശേഷമായിട്ടുള്ള സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടോ അതിന്റെ മെയിൻ്റനൻസിനോ മാനേജ്മെന്റിന് വേണ്ടിയിട്ടായിരുന്നോ ഈ പണം? അത് അവർ വ്യക്തമാക്കണം. ഈ സുതാര്യമാണ് എന്ന് CPM പറയുന്ന കോൺട്രാക്ട് എന്താണ് എന്നുള്ളത് നമ്മൾ കാണണം. അത് കണ്ടെങ്കിൽ മാത്രമേ എന്തായിരുന്നു അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, അതിന്റെ പേയ്മെന്റ് ഏതൊക്കെ ഘട്ടത്തിലാണ് നൽകുന്നത് എന്നതിനെ പറ്റി അറിയുകയുള്ളൂ. അവർ ഈ ആവശ്യപ്പെടുന്ന സോഫ്റ്റ്വെയർ ഏത് ഘട്ടത്തിലാണ് അവർക്ക് ഡെലിവറി ചെയ്യേണ്ടത്, ഇതിന്റെ പേയ്മെന്റ് അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും രീതിയിലുള്ള പെനാൽറ്റി ക്ലോസുകൾ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ സുതാര്യമായിട്ടുള്ള ഒരു കരാറിൽ ഉണ്ട് എങ്കിൽ അതാണ് സേവനം. തൊഴിലിനോടുള്ള ആത്മാർത്ഥയാണ് ഒരു ചോദ്യം ചെയ്തിരിക്കുന്നത്. ഗ്യാസ് എന്ന ഒരു സിലിണ്ടർ പോലെയാണ് ഇപ്പൊ എന്റെ മനസ്സ്. ആ സേവനം അവിടെ നൽകിയിട്ടില്ല എന്നുള്ളതിനെ പറ്റി ഈ ബോർഡ് കണ്ടെത്തുന്നത് കേവലം വെറുതെ ഊഹിച്ചു പറയുകയല്ല. അവർ പറയുന്നത് അതുമായി ബന്ധപ്പെട്ട യാതൊരു വിധത്തിലുള്ള തെളിവുകളും അവിടെ നിന്ന് കിട്ടാത്തത് കൊണ്ടാണ്. പക്ഷേ ഓരോ തവണ രക്ഷപ്പെടുമ്പോഴും ഒരിക്കൽ പിടിക്കപ്പെടും എന്നോർമ്മ. തന്നെയുമല്ല, അതുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ, ഈ കോൺട്രാക്ട് സൈൻ ചെയ്തിരിക്കുന്ന ആൾക്കാർ ഉൾപ്പെടെ, ആ കമ്പനിയുടെ MD ഉൾപ്പെടെ, ആ കമ്പനിയുടെ IT ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ ഉൾപ്പെടെ പറയുന്നു, ഇവിടെ ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള സേവനവും കിട്ടിയിട്ടില്ല. ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. എന്ത് ചുറ്റിക്കളി? ഒരു ചുറ്റിക്കളി ഇല്ലല്ലേ? അപ്പൊ അങ്ങനെ 2 നിലയ്ക്കുള്ള 2 കരാറുകളിലുള്ള സേവനങ്ങളൊന്നും തന്നെ ഇവിടെ കിട്ടിയിട്ടില്ല. അപ്പൊ CPM ഇവിടെ പറയേണ്ടത് പ്രധാനമായിട്ട് എന്തായിരുന്നു ആ സേവനം? ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. നിങ്ങൾ ഈ 2 കമ്പനികളുടെയും തമ്മിലുള്ള കോൺട്രാക്റ്റുകൾ ഒരുപക്ഷെ പരിശോധിച്ച ശേഷമാവും നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഇത് സുതാര്യമാണ് എന്ന്. ആ സുതാര്യമാണ് എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ പോരാ. അതിന് ചോദ്യം ചെയ്യുന്ന ആൾക്കാർക്ക് മരുന്ന് കഴിക്കാത്തതിന്റെ അസുഖമാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞാണ് ഉമ്മാരോട് ഇതൊന്നും ഏക്കൂല. അങ്ങനെ ചോദ്യം ചെയ്യുന്ന ആൾക്കാരോട് നിങ്ങൾക്ക് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഞാൻ കരയുന്ന ഫോട്ടോ വേണമെങ്കിൽ തരാം എന്ന് പറയുകയല്ല വേണ്ടത്. അതിന്റെ പകുതി എഫേർട്ട് ഇല്ലല്ലോ. ഇതാണ് ഈ കരാർ, ഈ കരാറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ പ്രശ്നം തീർന്നു.
അല്ലെങ്കിൽ ഈ ബുദ്ധി ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ടെന്താലേ. 2017-18 കാലഘട്ടത്തിലെ Q1 അവർ സർവീസ് ടാക്സ് അടച്ചോ, Q2, Q3, Q4 അവർ GST അടച്ചോ? Q4 മാത്രമായിട്ട് അവർക്ക് എന്തുകൊണ്ടാണ് ഈ വീണയ്ക്ക് സർവീസ് GSTയുടെ രജിസ്ട്രേഷൻ വേണ്ടി വന്നത്? ഇതൊക്കെ കയ്യോടെ പിടിച്ചു കൊടുത്തില്ലെങ്കിലേ നീയൊക്കെ വഷളായി നാടിനും വീടിനും കൊള്ളാം. അവർക്ക് അസസ് ചെയ്തിരിക്കുന്ന അവരുടെ എല്ലാ വെണ്ടർമാരുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ എല്ലാ കോൺട്രാക്റ്റുകളിൽ നിന്ന് അവർക്ക് കിട്ടിയിരിക്കുന്ന തുകയ്ക്ക് ആനുപാതികമായിട്ടുള്ള ടാക്സ് അവർ അടച്ചോ? അത് തന്നെയാണോ ശ്രീ മുഹമ്മദ് റിയാസ് അദ്ദേഹത്തിന്റെ അഫിഡവിറ്റിൽ പറഞ്ഞിരിക്കുന്നത്? ഇതെല്ലാം സെക്കൻഡറി ആയിട്ടുള്ള കാര്യം. മറ്റുള്ളവന്റെ കീശത്തപ്പണം അധ്വാനിച്ച് ജീവിച്ചു. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യം സെറ്റിൽ ആകുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും തുക അടച്ചിട്ടുണ്ട് എന്നോ, ആ അടച്ചിരിക്കുന്ന തുകയിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഞങ്ങൾ നിയമപരമായിട്ട് അത് അടച്ചുകൊള്ളാം എന്നോ പറഞ്ഞാൽ ഈ സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലുമായിട്ട് ഇതിന് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല എന്നുള്ളത് ശ്രീ തോമസ് ഐസക് ഉൾപ്പെടെയുള്ള ആൾക്കാർ മനസ്സിലാക്കേണ്ടതാണ്. പുതിയ പാരയായിരിക്കും. കാരണം ഇതിനകത്ത് എങ്ങും തന്നെ ടാക്സ് അടച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നതിനെ പറ്റി ഇവർ ചോദിക്കുന്നതേ ഇല്ല. നമുക്കിവിടെ കാണേണ്ടത് കരാറുകളാണ്. ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എംപവർ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് ഒരു ബിസിനസ് ലോൺ അവിടെ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ അത് ഏത് പലിശക്കാണ് എടുത്തിരിക്കുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു സ്റ്റാൻഡേർഡ് ബിസിനസ് ലോൺ ഇൻട്രസ്റ്റ് എന്നൊക്കെ പറയുന്നത് ഒരു 12.25% ഒക്കെയാണ്. അപ്പൊ അതിന്റെ ടേംസ് എന്താ? എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു പുരിവാലി പിടിച്ചിട്ടില്ല. ഏത് പലിശ നിരക്കിലാണ് അത് എടുത്തിരിക്കുന്നത്? റീപേയ്മെന്റ് ടേംസ് എന്തൊക്കെയായിരുന്നു? മറ്റെന്തെങ്കിലും ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് അവിടെ കിട്ടിയിട്ടുണ്ടോ? അൺഡ്യൂ ആയിട്ടുള്ള എന്തെങ്കിലും ബെനിഫിറ്റ് നിങ്ങൾക്ക് അവിടെ കിട്ടിയിട്ടുണ്ടോ? ഈ കാര്യങ്ങളാണ് അറിയേണ്ടത്. ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ഈ പറഞ്ഞിരിക്കുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് പറയണം. അതോടൊപ്പം തന്നെ ഇവരെല്ലാവരും തന്നെ പറയുന്നത് കേൾക്കൂ. നോക്കൂ, വീണ ഇവിടെ ഇന്നസെന്റ് ആണ്. വീണയുടെ ഭാഗം ഇവിടെ ആരും കേട്ടിട്ടില്ല. എന്നിട്ട് വീണയ്ക്കെതിരെ കുറെ പരാമർശങ്ങൾ ഇതിലേക്ക് നടത്തിയിരിക്കുന്നു എന്ന് പറയുന്നു. ഇവിടെ എനിക്ക് ചോദിക്കാനുള്ള ഒരൊറ്റ കാര്യം, CMRL എന്ന് പറയുന്ന ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട് തെളിവെടുപ്പ് നടത്തുന്ന ഭാഗം ആണെങ്കിലും ഈ IT ആക്ടിന്റെ സെക്ഷൻ 132(4) അനുസരിച്ച് എവിഡൻഷ്യറി വാല്യൂ ഉള്ള ഒരു സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഇവരെ ഇത് മുൻകൂട്ടി അറിയിച്ചതിന് ശേഷമാണല്ലോ ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള എന്തെങ്കിലും സേവനങ്ങളുമായി ബന്ധപ്പെട്ട രേഖകൾ കയ്യിലുണ്ടെങ്കിൽ ഈ വീണയുടെ കമ്പനിയാണത് നൽകി ഇവരെ സഹായിക്കേണ്ടത്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഉത്തരവ് വരുന്ന സമയത്താണ് ഞാൻ അറിഞ്ഞത്, അതിനു മുമ്പ് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന ഒരു സമീപനം ഉത്തരവാദിത്തമുള്ള ബിസിനസ് ചെയ്യുന്ന ഒരു കമ്പനിക്കും സ്വീകരിക്കാനായിട്ട് പറ്റുന്ന കാര്യമല്ല. കാരണം ഇവര് ബിസിനസ് പാർട്ട്ണർമാർ എന്ന രീതിയിൽ പ്രവർത്തിക്കേണ്ടതാണ്. ഇനി ഇതിൽ പറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അപകീർത്തികരമാണെന്ന് വീണയ്ക്കൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ, അതായത് ഒരാളിന്റെ ബന്ധുത്വം വഴിയാണ് തനിക്കിത് കിട്ടിയിരിക്കുന്നതെന്നോ അല്ലെങ്കിൽ തനിക്ക് യാതൊരു വിധത്തിലുള്ള സേവനവും നൽകിയിട്ടില്ല എന്ന രീതിയിലത്തേക്കുള്ള ഒരു ആക്ഷേപം ഇതിലുണ്ടെങ്കിലോ അവർക്ക് നിയമ നടപടികൾ സ്വീകരിച്ചു. പറ്റിപ്പോ മായമോ ഇല്ലാത്ത നല്ല കീർത്തിയം കക്ഷികളാ. അവർക്കൊരു കോടതിയെ സമീപിച്ചുകൊണ്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിൽ എന്നെ മോശമായി ബാധിക്കുന്ന അല്ലെങ്കിൽ എന്റെ ഭാവിയിലുള്ള എന്തെങ്കിലും ബിസിനസ് താല്പര്യങ്ങളെ മോശമായി ബാധിക്കുന്ന രീതിയിലത്തേക്കുള്ള പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അത് എക്സ്പ്ലെയിൻ ചെയ്ത് കിട്ടണം. ആ പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്, ഞാൻ അവിടെ സർവീസ് നൽകിയിട്ടുണ്ട് എന്ന് പറയാനായിട്ട് അവർക്ക് പോകാമല്ലോ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ വീണ പോകണമെന്ന് പറയുന്നില്ല, CPM അങ്ങ് പോകാമല്ലോ. കാരണം ഇപ്പൊ എല്ലാത്തിന്റെയും വക്കാലത്തെടുത്തുകൊണ്ട് നിൽക്കുന്നത് CPM ആണ്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വീണ്ടും വരുന്നത് ഈ നൽകാത്ത ഒരു സേവനത്തിന് കിട്ടിയിരിക്കുന്ന പ്രതിഫലം എന്ന രീതിയിലത്തേക്കുള്ള ഒരു ആരോപണം അവിടെ നിൽക്കുമ്പോൾ അതിനെ അഡ്രസ് ചെയ്യാനായിട്ട് CPM തയ്യാറാകുന്നില്ല. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.